ഹലോ ഡിയേഴ്സ്. അപ്പോൾ വിഷു ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്ന സമയമാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ലേറ്റ് ആയാലും എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വിഷുക്കണി വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കണി വയ്ക്കാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ബാറ്ററൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. കുളിച്ച് ഫ്രഷായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി പെൻഡിങ്ങിൽ വെച്ചതാണ്. ആ സമയത്താണ് അച്ഛൻ കുറേ പടക്കമൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി. കുട്ടിക്കാലത്ത് ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ പടക്കം പൊട്ടിക്കാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒന്ന് പോയി നോക്കി. പിന്നെ വീണ്ടും ബാക്ക് ടു മൈ ഉണ്ണിയപ്പം മേക്കിംഗ്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. ഇത്തവണത്തെ വിഷു നല്ല സ്പെഷ്യലാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വിഷു തന്നെയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് അമ്മ കൂടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മാളു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വിഷുവാണ്. അപ്പോൾ ഇതാ കണ്ണനെ ആദ്യം വെച്ചു. പിന്നെ അതിന് താഴെയായിട്ട് ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് ചക്ക, കണിവെള്ളരി, കൈതച്ചക്ക, മാങ്ങ, മത്തങ്ങ, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്ത് പച്ചക്കറിയും ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് കണി ഒരുക്കാനായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതാ കണ്ണൻ്റെ പ്രിയപ്പെട്ട മഞ്ചാടിക്കുരും വെച്ചിട്ടുണ്ട്. അങ്ങനെ കണിയെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുകയാണ് കേട്ടോ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഒരുക്കിയ കണിയിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ സമയം നോക്കിയപ്പോൾ 1 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ല ഐശ്വര്യമായിട്ട് വിഷുക്കണി കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.